സംസ്ഥാനം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിലപാടിലല്ലായിരുന്നു. അന്ന് കർഷകരെന്ന് ചിന്തിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. അന്ന് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ കയറ്റിപ്പിടിക്കാൻ ആളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മാറി മാറി വരുന്ന ഇടതു വനമുന്നണികൾ ഇവർക്ക് തോന്നിയ മാസത്തിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അഴിഞ്ഞാട്ടത്തിന്, ഫോറസ്റ്റ് വൽക്കരണത്തിന്, വനവൽക്കരണത്തിന് വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുന്നു. കേന്ദ്ര നിയമങ്ങൾ ഈ 2023 വനം ഭേദഗതി നിയമം, ബഹുമാനപ്പെട്ട കോൺഗ്രസുകാരാ, ബഹുമാനപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കളെ, നിങ്ങളാണ് എതിർത്തത്. വനം ഭേദഗതി നിയമം കേന്ദ്രത്തിൽ ആക്ട് കൊണ്ടുവന്നപ്പോ അതിനെതിരെ കൃത്യമായി കത്ത് കൊടുക്കുകയും പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്ത കോൺഗ്രസിന്റെ നേതാക്കളുടെ ചരിത്രം നിലമ്പൂരിന്റെ മണ്ണിൽ BJP പറയും. ഈ വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയം ഇതിവിടെ മാത്രമല്ല, കേരളത്തിലെ 420ഓളം വരുന്ന പഞ്ചായത്തുകളെ ബാധകമാകുന്ന ഈ വിഷയത്തെ BJP ചർച്ചയാക്കുക തന്നെ ചെയ്യും. നിലമ്പൂരിന്റെ മണ്ണിൽ നിന്നും മലയോര കർഷകർക്ക് വേണ്ടി BJP ആരംഭിക്കുന്ന ഈ സമരം ഇത് കേരളത്തിന്റെ മലയോര മേഖല മുഴുവൻ ആളിപ്പളരും എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസുകാരാ, ഇടതുപക്ഷക്കാരാ, നിങ്ങൾക്കൊരു സംശയവും വേണ്ട. ഇവിടെ ഒരു പഞ്ചായത്തിൽ നിങ്ങൾക്കറിയുമോ, പഞ്ചായത്തുകൾക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞത്. കേരള നിയമസഭയിൽ 2025 മാർച്ച് 23 ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി കൊടുത്ത മറുപടിയിൽ കേരളത്തിൽ അങ്ങനെ ഓതറൈസ് ചെയ്തിട്ടുള്ള വെടിവെക്കാനുള്ള ആളുകളുടെ എണ്ണം 420. 1000 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുമുള്ള കേരള സംസ്ഥാനത്ത് ആകെ വെടിവെക്കാൻ അനുവാദം കൊടുത്തവരുടെ എണ്ണം 420. 10,000കണക്കിന് പന്നികളുള്ള ഈ നിലമ്പൂരിൽ അങ്ങനെ എംപാനൽ ചെയ്തിട്ടുള്ള വെടിക്കാരുടെ എണ്ണം വെറും 10. 7 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റിയുമുള്ള ഈ നിലമ്പൂരിന്റെ മണ്ണിൽ ആകെ 10 പേർക്കാണ് എംപാനൽ കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഈ ഫോറസ്റ്റിന്റെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക, ഈ ഫോറസ്റ്റിന്റെ വനവൽക്കരണം എന്ന ഉദ്ദേശം അവസാനിപ്പിക്കുക. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഈ രാജ്യത്തെ പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തെ കർഷകരെ കുടിയൊഴിപ്പിക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം കൈപ്പറ്റിക്കൊണ്ട് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോ ആ വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം കൈപ്പറ്റിക്കൊണ്ട് കോൺഗ്രസ് നടത്തിയ കസ്തൂരിരംഗൻ ഗാർഗിൽ റിപ്പോർട്ട് ഉൾപ്പെടെ ഈ രാജ്യത്തെ ഇവിടെ കുടിയേറിയ കുടിയേറ്റ കർഷകരെ കുടിയൊഴിപ്പിക്കുവാനായി കോൺഗ്രസ് നടത്തിയ ശ്രമത്തിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഈ മലയോര ജനത അനുഭവിക്കുന്നത്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ആ കുടുംബത്തിന് ആ കുട്ടി ശരിയാ, നിങ്ങൾ നോക്കുമ്പോൾ ഒരു ക്രിമിനൽ കുറ്റമാണ്. പക്ഷെ അതിന്റെ പ്രതിസ്ഥാനത്ത് 1ാം പ്രതി ആ ഇറച്ചി കച്ചവടക്കാരനാണെങ്കിൽ 2ാം പ്രതി സംസ്ഥാന സർക്കാരാണ്. ആ സംഭവം നടന്നിട്ടുള്ള ഫോറസ്റ്റിന്റെ മണ്ണിലല്ല, കൃഷിഭൂമിയിലാണ്. ആ കൃഷിഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന കാട്ടുമൃഗം അവിടെ എത്തുമെന്ന് ഉറപ്പുള്ള വ്യക്തിയാണ് അവിടെ കുടുക്കിട്ടത്. അതുകൊണ്ട് തന്നെ അത് അവിടെ എത്താനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ഈ രാജ്യത്ത്. എന്തിനാ ഇന്ന് രാവിലെ വഴിക്കടവിൽ തലനാരിഴയ്ക്കാണ് ഒരു ബൈക്കുകാരൻ രക്ഷപ്പെട്ടത്. ആ ബൈക്കിന് വട്ടം ആന ചാടി. ആ ബൈക്ക് നിങ്ങൾ ആരും അറിഞ്ഞോന്നറിയില്ല, ഇന്ന് പല ചാനലുകളിൽ കാണിക്കുന്നുണ്ട്. ഈ കുട്ടി മരിച്ച അതേ പഞ്ചായത്തിൽ വഴിക്കടവിൽ ഇന്ന് അതിദാരുണമായ ഒരു കൊലപാതകം കൂടി നടക്കേണ്ടതായിരുന്നു. ദൈവാനുഗ്രഹത്താൽ അയാൾ ഓടി രക്ഷപ്പെട്ടത് കൊണ്ട് മാത്രം ആ ആനയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അയാളുടെ ബൈക്ക് ഉൾപ്പെടെ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ പഞ്ചായത്തിലാ. ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾ തയ്യാറല്ല. ഇതിനെക്കുറിച്ച് സംസാരിക്കുവാൻ പോലും UDF നേതാക്കൾ തയ്യാറല്ല. അവർക്ക് പരസ്പരം വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എങ്ങനെ നിലമ്പൂര് കടക്കാം, അല്ലെങ്കിൽ എങ്ങനെ പ്രീണനം നടത്താം എന്നതിനപ്പുറത്തേക്ക്, അതും ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ച എന്താ, ബക്രീദിന്റെ അവധി. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ, ഞങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞോ ബക്രീദിന്റെ അവധി കൊടുക്കരുത് എന്ന്? രാവിലെ പറയുന്നു ബക്രീദിന്റെ അവധിയില്ല, ഉച്ച കഴിഞ്ഞ് പറയുന്നു നിലമ്പൂരിന്റെ മണ്ണിൽ ബക്രീദിന്റെ അവധി പ്രഖ്യാപിച്ചില്ലെങ്കിൽ നിലമ്പൂർ വോട്ട് കുറയും. അത് കഴിഞ്ഞ് UDF ആരോപണം ഉന്നയിക്കുന്നു, ബക്രീദിന് അവധി പ്രഖ്യാപിക്കുന്നു. ആരാണ് ഇവിടെ പ്രീണന രാഷ്ട്രീയം നടത്തുന്നത്? ഇവർക്ക് ഈ നാട്ടിൽ ജനകീയ പ്രശ്നങ്ങൾ എന്തിനു വേണ്ട? ഈ നിലമ്പൂര് ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ, നിങ്ങൾ മാധ്യമ പ്രവർത്തകര് നിങ്ങൾ കുറെ ദിവസമായിട്ട് ഇവിടെ ഇല്ലേ, ഒരു 10 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ സമയമെടുക്കും. ഇതൊക്കെ ഇപ്പോഴും സഹിക്കുന്ന നിലമ്പൂരിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് സഹതാപമേ ഉള്ളൂ. കാരണം ഇവിടെ ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിച്ചിട്ടുണ്ട്, മോഹൻ ജോർജ്, മലയോര കർഷകരുടെ പ്രതിനിധിയാണ്.
കെട്ടിയിറക്കിയതല്ല. ഇന്ന് വരെ നിന്ന് ജയിക്കാത്തവരല്ല, ജയിച്ചിട്ടും ഒന്നും ചെയ്യാത്തവരല്ല. ഇപ്പൊ പറയുന്നു ശ്രീ നമ്മുടെ നിലമ്പൂരിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അൻവർ, അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ മലയോര കർഷകർക്ക് വേണ്ടി പ്രതികരിച്ചു. അദ്ദേഹം വഴക്കുണ്ടാക്കി, ഫോറസ്റ്റ് ഓഫീസിൽ കയറി ബഹളം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊന്ന് ചോദിച്ചോളട്ടെ, 9 വർഷത്തിൽ 8 വർഷക്കാലം ശ്രീ പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന MLA ആയിരുന്നു ശ്രീ അൻവർ. ആ കാലത്ത് ചെയ്യാത്തത് അയാളെ ചീത്ത വിളിച്ച് പുറത്തു വന്നതിന് ശേഷം ചെയ്തത് അത് വലിയ സ്നേഹമായിട്ടൊന്നും കരുതാൻ ഞാൻ കഴിയുന്നില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. 25 ലക്ഷം രൂപയെങ്കിലും BJP ആവശ്യപ്പെടുന്നു. 25 ലക്ഷം രൂപയെങ്കിലും ആ ചെറുപ്പക്കാരന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം. BJP മുന്നോട്ട് വെക്കുന്നതാണ്. ഈ ഫോറസ്റ്റ് രാജ്, ഈ ഫോറസ്റ്റിന്റെ ഗുണ്ടായുസം അവസാനിപ്പിക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മരണത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ കുടുംബത്തെ സഹായിക്കുവാനുള്ള നടപടി സ്വീകരിക്കണം. ഈ നാട്ടിൽ വന്യമൃഗങ്ങളുടെ ശല്യം സ്ഥിരമായി ഇല്ലാതാക്കാൻ കഴിയുന്ന രീതിയിൽ ശക്തമായ നടപടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ നേതാക്കളെയും, ഇത് ശ്രമിക്കാനെത്തിയിട്ടുള്ള മലയോര കർഷകരെയും, ഈ ധർണയിൽ പങ്കെടുക്കുന്ന മുഴുവൻ നേതാക്കളെയും അഭിസംബോധന ചെയ്തു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.